മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരം തന്നെയാണ് ദീപൻ മുരളി. ജനപ്രിയ സീരിയലായ സീതയിലെ ഗിരിധർ എന്ന കഥാപാത്രത്തിലൂടെ നിരവധി ആരാധകരെ നേടിയെടുക്കാൻ താരത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നിരവധി സീരിയലുകളിൽ താരം അഭിനയിച്ചിരുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 1ലും ദീപൻ പങ്കെടുത്തിരുന്നു. അതിനുശേഷം ഇപ്പോൾ വീണ്ടും അഭിനയത്തിലേക്ക് സജീവമായിരിക്കുകയാണ് താരം. ഏഷ്യാനെറ്റിലെ തൂവൽ സ്പർശം എന്ന സീരിയലിൽ അവിനാശ് എന്ന കഥാപാത്രത്തെയാണ് നടൻ ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. 1.5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും അഭിനയത്തിലേക്ക് താരം തിരിച്ചു വന്നിരിക്കുന്നത്. ദീപനെ പോലെ തന്നെ ഭാര്യ മായയും പ്രേക്ഷകരുടെ ഇടയിൽ എപ്പോഴും സുപരിചിതയാണ്. ഭാര്യയ്ക്കും കുഞ്ഞിനുമൊപ്പമുള്ള ചിത്രങ്ങളും വിശേഷങ്ങളുമൊക്കെ ദീപൻ തന്നെ എപ്പോഴും സോഷ്യൽ മീഡിയ വഴി ആരാധകരെ അറിയിക്കാറുണ്ട്. അടുത്ത സുഹൃത്തുക്കളായിരുന്ന ഇരുവരും 8 വർഷത്തെ പ്രണയത്തിന് ശേഷമായിരുന്നു വിവാഹിതരായത്. ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നതും ദീപന്റെയും കുടുംബത്തിന്റെയും ഒരു വ്യത്യസ്തമായ അഭിമുഖം തന്നെയാണ്. ദീപന്റെ വാക്കുകൾ ഇങ്ങനെയാണ്. തന്നെ ഇതുപോലെ ആരും സ്നേഹിച്ചിട്ടില്ല എന്നാണ് ദീപൻ പറയുന്നത്. എന്തൊക്കെ സംഭവിച്ചാലും തന്നെ അതിനപ്പുറം സ്നേഹിച്ചു കൊണ്ടിരിക്കും മായ. അത് തനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നും ആസ്വദിക്കുന്നുണ്ടെന്നും നടൻ പറയുന്നുണ്ട്. കൂടാതെ മായയ്ക്ക് തന്നിൽ ഇഷ്ടമുള്ള കാര്യത്തെക്കുറിച്ചും ദീപൻ പറയുന്നുണ്ട്. തൻ്റെ ഉത്തരവാദിത്വം മായയ്ക്ക് വളരെ ഇഷ്ടമാണെന്നും ദീപൻ പറയുന്നുണ്ട്. ഇഷ്ടമില്ലാത്തതിനെക്കുറിച്ചും നടൻ പറയുന്നു. തന്നെ സുഹൃത്തുക്കൾ വിളിക്കുന്നത് പെർഫെക്ഷനിസ്റ്റ് എന്നാണ്. വസ്ത്രത്തിൻ്റെ കാര്യത്തിലും വീട് തിരഞ്ഞെടുക്കുന്നതിൻ്റെ കാര്യത്തിലായാലും തനിക്കിതുണ്ട്. എന്നാൽ കുടുംബജീവിതത്തിൽ ഇത് ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് തന്നോടൊരാൾ പറഞ്ഞിരുന്നു. അതുപോലെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ദീപൻ പറയുന്നുണ്ട്. നടനാകണമെന്നാണ് ദീപന്റെ ഏറ്റവും വലിയ സ്വപ്നമെന്നും മായയും പറയുന്നുണ്ട്. മായയുടെ സ്വപ്നമാകട്ടെ ഇന്റീരിയർ ഡിസൈനർ ആകുക എന്നതാണ്. ബ്രേക്കപ്പിന് ശേഷം വീണ്ടും ഒന്നായതിനെക്കുറിച്ചുമൊക്കെ ഇരുവരും അഭിമുഖത്തിൽ പറയുന്നുണ്ട്. ആദ്യം ഇരുവരും നല്ല സുഹൃത്തുക്കളായിരുന്നു. ഈ 8 വർഷത്തിൽ 5 വർഷത്തോളം അടുത്ത സുഹൃത്തുക്കളായിരുന്നു ഇരുവരും. ബ്രേക്കപ്പായ സമയത്ത് പോലും സൗഹൃദം നഷ്ടപ്പെട്ടിരുന്നില്ല. ആ സമയത്തും പിറന്നാളിനും മറ്റും തങ്ങൾ ഒന്നിച്ച് കാണുകയും മറ്റും ചെയ്യുമായിരുന്നു. ബ്രേക്കപ്പ് ആകുന്നതിന് മുൻപ് കല്യാണം കഴിക്കാമെന്നും വാഗ്ദാനം പറഞ്ഞിരുന്നില്ല. പ്രേമമാണെന്നൊന്നും അന്ന് താൻ പറഞ്ഞിട്ടില്ലെന്നും ദീപൻ പറയുന്നുണ്ട്. എന്നാൽ മായയ്ക്ക് തന്നെ ഇഷ്ടമാണെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ തൻ്റെ സങ്കല്പത്തിൽ മറ്റൊരു കുട്ടിയായിരുന്നു. ഈ 1 വർഷത്തിന് ശേഷം എൻ്റെ സങ്കല്പത്തിനൊത്ത ഒരു കുട്ടിയെ കണ്ടുപിടിച്ചിരുന്നു. എന്നാൽ അത് തന്നെ തേച്ചിട്ട് പോയെന്നും ദീപൻ പറയുന്നുണ്ട്.